ഡെയിലി ലൈഫിലേക്ക് ഏവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നിഗ്രഹമായ നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന ഓരോ പ്രഭാതവും ദൈവ അനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളായി ഒരുക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജീവിതയാത്ര മുന്നോട്ടുള്ള ഓരോ നിമിഷവും കൂടുതൽ വിശ്വസ്തയോടെ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നു എന്ന വചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസ്തയോടെ ദൈവകാരുണ്യയുടെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ പൂർത്തീകരിക്കുവാൻ ഈ യാത്രയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവ അനുഭവത്തിൻ്റെ നിമിഷങ്ങളായി നമുക്കൊരുക്കാം. ജോലിയില്ലാത്ത മേഖലകൾ, ജോലി പ്രതിസന്ധി അനുഭവിക്കുന്ന തലങ്ങൾ, മക്കളില്ലാത്ത ജീവിതത്തിൻ്റെ ദമ്പതിമാരുടെ നിയോഗങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, അസ്വസ്ഥതകൾ, അങ്ങനെ ഒരുപാട് ജീവിത നിയോഗങ്ങളുടെ മേഖലയിലൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കരുണയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകരുണ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം ആ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ ഓരോ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഓരോ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥയാണ്. ആ മധ്യസ്ഥയാകുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവാനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് കൂടുതൽ ദൈവീയ കൃപയുടെ തലങ്ങളിലൂടെ കടന്നു പോകുവാൻ ബലിപീഠത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും സ്വർഗം അത് അനുഗ്രഹിച്ച് തരുവാൻ തക്കവിധം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സകല വിശുദ്ധന്മാരുടെ സ്വർഗീയ കൃപയോട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ജീവിതങ്ങളിൽ കൂടുതൽ അനുഭവിച്ചു കടന്നു പോകുവാൻ, കൂടുതൽ സമാധാനവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ കൃപയുടെ ഒരു ജീവിതമായി മാറാൻ, സഹനങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഒക്കെ ദൈവത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയ കൃപയുടെ അനുഭവവും ആനന്ദവും അനേകർക്ക് സുവിശേഷമായി മാറുന്ന ജീവിതങ്ങളായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവദാസൻ മാർദ്വാനിയസ് പിതാവ് ധന്യ പദവിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്കെന്നും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കല്ലിൽ ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതങ്ങളെ കനലിൻ്റെ അനുഭവമായി മാറുവാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.